അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട മുതഅല്ലിമുകളെ, ഞാൻ ബിസ്മിയും ഹംദൊക്കെ ചൊല്ലിയിട്ടാണ് ക്ലാസ് തുടങ്ങുന്നത്. അത് ഞാൻ റെക്കോർഡ് ചെയ്യുന്നില്ല. നിങ്ങൾ ബിസ്മിയും ഹംദൊക്കെ ചൊല്ലിയിട്ട് ക്ലാസ്സുകൾ കേൾക്കാനിരിക്കുക. ഇനി നമുക്ക് പറയാനുള്ളത് വമിനന്നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി. അല്ലാഹു തആല ഈമാനിൽ അടിയുറച്ചു നിൽക്കണം. ഏത് പ്രയാസഘട്ടങ്ങളിലും പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈമാൻ കൈവിടാൻ പാടില്ല. എന്ത് പ്രയാസങ്ങളുണ്ടെങ്കിലും അല്ലാഹു തആലാന്റെ പ്രയാസങ്ങൾ ഉണ്ടാവും, പരീക്ഷണങ്ങൾ ഉണ്ടാവും. യഥാർത്ഥ വിശ്വാസികൾ തന്നെയാണോ, ഈമാനിൽ സത്യസന്ധന്മാരാണോ, കപടന്മാരാണോ എന്ന് ലോകത്തിന് വെളിപ്പെടാൻ വേണ്ടിയിട്ട് അല്ലാഹു തആലാന്റെ പരീക്ഷണങ്ങൾ ഉണ്ടാവും. ആ പരീക്ഷണങ്ങളിലെല്ലാം വിജയിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പരീക്ഷണങ്ങളിൽ വിജയിക്കാതെ, പീഡനങ്ങൾ സഹിക്കവയ്യാതെ ഈമാനിൽ നിന്നും പുറത്തു പോകുന്ന കപട വിശ്വാസികളുണ്ട്. അവരെ അല്ലാഹു തആല പരിചയപ്പെടുത്തുകയാണ്. വമിനന്നാസി, മനുഷ്യരുടെ കൂട്ടത്തിലുണ്ട്, മൻ യഖൂലു, പറയുന്ന ആളുകൾ, ആമന്നാ ബില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിച്ചവരാണെന്ന് പറയുന്ന, വായ കൊണ്ട് പറയുന്നവരുണ്ട്. അങ്ങനെ ഫൈദാ ഊദിയ ഫില്ലാ, അല്ലാഹുവിന്റെ പേരിൽ അവരെ പ്രയാസപ്പെടുത്തപ്പെട്ടാൽ, എടങ്ങേറാക്കപ്പെട്ടാൽ, ജഅല ഫിത്നത്തന്നാസി, ഈ പീഡിപ്പിക്കുന്ന മനുഷ്യരുടെ ഫിത്നയെ, പീഡനങ്ങളെ അവരാക്കും. ഐ അദാഹും, അവരുടെ എടങ്ങേറുകളെ അവർ ആക്കും. കഅദാബില്ല, അള്ളാഹുവിന്റെ അദാബ് പോലെയാക്കും. അപ്പോൾ ജനങ്ങൾ വിശ്വാസികളായതിന്റെ പേരിൽ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ, ഈ പീഡിപ്പിക്കുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ പീഡിപ്പിക്കുമ്പോൾ, ഇസ്ലാമിന്റെ ശത്രുക്കളുടെ പീഡനങ്ങളെ അല്ലാഹു തആലാന്റെ അദാബിനെ പോലെ കാണും. ഫിൽ ഖൗഫി മിൻഹു, അതിനെ ചൊല്ലി പേടിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ അദാബിനെ പേടിയുള്ള ആളുകൾ എന്താ ചെയ്യുക? അല്ലാഹു തആലാക്ക് വഴിപ്പെടും. അവന്റെ അദാബ് വരരുത് എന്ന് കരുതിയിട്ട് പേടിച്ച് അല്ലാഹു തആല പറഞ്ഞതനുസരിക്കും. ഇതുപോലെ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുമ്പോൾ പീഡിപ്പിക്കുന്ന ആളുകളെ പേടിച്ചിട്ട് പീഡനങ്ങൾ വരാതിരിക്കാൻ വേണ്ടി അവർക്ക് വഴിപ്പെടും. അവർ പറയുന്ന തമ്മാടിത്തരങ്ങളൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള ചില ആളുകൾ മനുഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ട്. അതാ ഫയുതീഉഹും, ഈ മനുഷ്യർക്ക്, പീഡിപ്പിക്കുന്നവർക്ക് ഈ പീഡിതർ വഴിപ്പെടും. അങ്ങനെ ഫയുനാഫിഖു, അവർ മുനാഫിക്കായി പോവും. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. നിസ്സാരമായി കാണരുത്. മക്കളെയും കുടുംബത്തെയും എല്ലാം ശത്രുക്കൾ പിടിച്ചുകൊണ്ടുപോയി അവരെ ശാരീരികമായും മാനസികമായിട്ടൊക്കെ അവര് ആക്രമിച്ചു, പീഡിപ്പിച്ചു. നമ്മയും മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ ആക്രമിച്ചു. ജീവൻ തന്നെ ത്യജിക്കേണ്ടി വന്നു. എന്നാലും ശരി, കുഫാറിന് വഴിപ്പെടാൻ പാടില്ല, ഈമാൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. അല്ലാഹു തആല നമ്മുടെ ഈമാൻ എന്നും നിലനിർത്തി തരുമാറാവട്ടെ. വലഇൻ ജാഅ നസ്റും മിർ റബ്ബിക, ലാമു ഖസമിൻ, ഖസമിന്റെ ജവാബിൽ കൊടുത്ത ലാമാണ്. വല്ലാഹി ഇൻ ജാഅ നസ്റുൻ ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങൾക്ക് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് വല്ല സഹായം വന്നു കഴിഞ്ഞാൽ, മിർ റബ്ബിക, നബിയെ അങ്ങയുടെ റബ്ബിൽ നിന്നും വല്ല സഹായവും മുഅ്മിനീങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ, അങ്ങനെ വനിമു, അവര് വനീമത്തെ സ്വത്ത് നേടിയെടുക്കുകയും ചെയ്താൽ, യുദ്ധത്തിലൊക്കെ അല്ലാഹുവിന്റെ സഹായം കിട്ടിയിട്ട് യുദ്ധത്തിൽ ഒരുപാട് സ്വത്ത് നേടിയെടുക്കാനും സാധിച്ചു കഴിഞ്ഞാൽ, ലയഖൂലുന്ന, അത്തരക്കാരായ മുനാഫിക്കീങ്ങളായ ആളുകൾ പറയും, തീർച്ചയായിട്ടും അവർ പറയും. ഹുദിഫ മിൻഹു നൂനു റഫ്ഇ, റഫ്ഇന്റെ നൂനെ കളയപ്പെട്ടു. ജംഇന്റെ ഫീലാണ്. യഖൂലു, യഖൂലാനി, യഖൂലൂന, നൂനുണ്ടായിരുന്നു. ആ നൂനെ കളയപ്പെട്ടു. എന്തിനു വേണ്ടി? തവാലി നൂനാത്തി, ന എന്ന സക്കീലയായ തൗക്കീദിന്റെ നൂന് വന്നപ്പോൾ, സക്കീലയായ നൂന് രണ്ട് നൂനാണല്ലോ, മുശദ്ദദത്തായ നൂനല്ലേ. പിന്നെ യഖൂലൂന എന്നിടത്തുള്ള നൂനും യഖൂലൂനന്ന എന്നാണ് ഉണ്ടായിരുന്നത്. മൂന്ന് നൂന് അടുത്ത് വരും. അത് അലി തവാലി നൂനാത്തി, നൂനുകൾ, രണ്ടിലധികം നൂനുകൾ അടുത്ത് വരുന്നു എന്ന കാരണം കൊണ്ട് ഈറാബിന്റെ നൂനെ കളഞ്ഞു. വൽ വാവു യഖൂലൂന എന്ന് ജംഇന്റെ വാവ് ഉണ്ടായിരുന്നു. വൽ വാവു ലമീറുൽ ജംഇ, ജംഇന്റെ ലമീറാകുന്ന വാവിനെയും കളയപ്പെട്ടു. ലിൽ ഇൽതികാ ഇസാക്കിനൈനി, ലിൽത്തിക്കാ ഇസാക്കിനൈനി, ഇൽത്തിക്കാ ഉസാക്കിനൈന്റെ പേരിൽ വാവിനെയും കളയപ്പെട്ടു. നൂനെ കളഞ്ഞപ്പോൾ യഖൂലൂന്നായി, വാവും മുതുകമായ നൂനും ഇൽത്തിക്കാ ഉസാക്കിനൈനായതുകൊണ്ട് വാവിനെയും കളഞ്ഞു. ഇതൊക്കെ നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഈ മുനാഫിക്കീങ്ങളായ ആളുകൾ മുഅ്മിനീങ്ങൾക്ക് എന്തെങ്കിലും നേട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും അവർ പറയും, ഇന്ന കുന്ന മഅക്കും, നിശ്ചയം ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്, ഫിൽ ഈമാനി, ഈമാനിന്റെ വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളുടെ കൂടെയാണ്. അതുകൊണ്ട് ഫഅശ്രികൂന, നിങ്ങൾ ഞങ്ങളെ ചേർക്കണം, പങ്ക് ചേർക്കണം, നിങ്ങൾ ഞങ്ങളെയും ഉൾപ്പെടുത്തണം. ഫിൽ വനീമത്തി, ഈ വനീമത്ത് സ്വത്തിൽ ഞങ്ങൾക്കും നിങ്ങൾ പങ്ക് നൽകണം, ഞങ്ങൾ മുഅ്മിനീങ്ങളല്ലേ എന്നവർ പറയും. നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ. പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോഴോ
മുഅ്മിനീങ്ങളല്ല, ഞാൻ കാഫിറാണ് എന്ന് പറഞ്ഞ് പീഡനങ്ങൾ ഏൽക്കാതിരിക്കാൻ അങ്ങനെയും പറയുന്ന ആളുകളുണ്ട്. അല്ലാഹു തആല പറയുകയാണ് അവരെ ചൊല്ലി, അവലൈസല്ലാഹ്, അല്ലാഹു അല്ലയോ ബിഅഅലമ ബിമാ ഫീ സുദൂരിൽ ആലമീൻ, ഈ ലോകരുടെ നെഞ്ചകത്തുള്ള വസ്തുക്കളെ ശരിക്കറിയുന്നവനല്ലയോ അല്ലാഹു തആല? അറിയുന്നവൻ തന്നെയാണ്. അതവർ മനസ്സിലാക്കിയിട്ടില്ലേ? അള്ളാഹുവിനെയാണോ അവർ പറ്റിക്കുന്നത്? അവലൈസല്ലാഹ്, അല്ലാഹു അല്ലയോ ബിഅഅലമ ഐ ബിആലിം, ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇസ്മു തഫ്ദീൽ ഒഴിവാക്കിയിട്ട് ഇസ്മു ഫായിൽ, അള്ളാഹു അറിയുന്നവനല്ലയോ ബിമാ ഫീ സുദൂരിൽ ആലമീന, ആലമീങ്ങളുടെ നെഞ്ചകത്തുള്ള കൽബിന്റെ അകത്തുള്ള ഒന്ന്, ഐ കുലൂബിഹിം, അവരുടെ കൽബിലുള്ള ഒന്ന് അള്ളാഹു തആലക്ക് അറിയില്ലയോ? തീർച്ചയായും അറിയും. എന്താണ് കൽബിലുള്ളത്? ഈമാൻ മിനൽ ഈമാനി വൻ നിഫാഖി, ഈമാനാണോ നിഫാഖാണോ എന്ന് അള്ളാഹു തആലക്ക് അറിയില്ലേ? ബല, തീർച്ചയായും അറിയും. വലയഅലമന്നല്ലാഹ്, തീർച്ചയായും അള്ളാഹു തആല അറിയും. അല്ലദീന ആമനൂ ബിഖുലൂബിഹിം, ഹൃദയങ്ങളെ കൊണ്ട്, ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള വിശ്വാസമുള്ള ആളുകൾ അല്ലാഹു തആലക്ക് അറിയാം. ഹൃദയം കൊണ്ട് വിശ്വസിച്ച ആളുകളെ അറിയാം. വലയഅലമന്നൽ മുനാഫിഖീന, നിശ്ചയം അല്ലാഹു തആലക്ക് കപട വിശ്വാസികളെയും അറിയാം. അതുകൊണ്ട് തന്നെ ഫയുജാസിൽ ഫരീഖൈനി, രണ്ട് ടീമിനിക്കും അല്ലാഹു തആല ജസ നൽകും. അവരർഹിക്കുന്ന രീതിയിലുള്ള പ്രതിഫലവും പ്രതികാരവും അല്ലാഹു തആല നൽകും. വല്ലാമു ഫിൽ ഫിഇലൈനി ലാമു ഖസമിൻ, രണ്ട് ഫീലിലുള്ള ലാമ് ഖസമിന്റെ ലാമാണ്, ഖസമിന്റെ ജവാബിൽ കൊടുത്ത ലാമാണ്. അപ്പൊ വല്ലാഹി ലയഅലമന്ന, വല്ലാഹി ലയഅലമന്നൽ മുനാഫിഖീൻ. വഖാല അല്ലദീന കഫറു, മുഅ്മിനീങ്ങളെയും മുനാഫിക്കീങ്ങളെയും വെളിപ്പെടുത്തിയ ശേഷം അല്ലാഹു തആല കുഫാറിന്റെ, യഥാർത്ഥ കാഫിരീങ്ങളുടെ, അവിശ്വാസികളുടെ ഒരു രീതിയെ എതിർക്കുകയാണ്. അതിലാരും വഞ്ചിതരാവാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു തആല ഉണർത്തുകയാണ്. വഖാല അല്ലദീന കഫറു, കാഫിരീങ്ങളായ ആളുകൾ പറയുകയാണ് ലില്ലദീന ആമനു, വിശ്വാസികളായ ആളുകളോട് പറയുകയാണ്, ഇത്തബിഉ സബീലന ദീനന, നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തോട്, ഞങ്ങളുടെ മതത്തോട് പിൻപറ്റൂ. അതിന്റെ പേരിൽ എന്ത് പ്രശ്നങ്ങൾ വരികയാണെങ്കിലും അതെല്ലാം ഞങ്ങളേറ്റു. വൽ നഹ്മിൽ ഖത്വായാക്കും, നിങ്ങളുടെ എല്ലാ കുറ്റങ്ങളും ഞങ്ങളേൽക്കും, ഞങ്ങളേറ്റെടുക്കും. ഫിത്തിബായിന, നിങ്ങൾ ഞങ്ങളോട് പിൻപറ്റുന്നതിന്റെ പേരിൽ ഇൻകാനത്ത്, വല്ല ഖതീഅത്തുകളും തെറ്റുകളും ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളോട് പിൻപറ്റിയതിന്റെ പേരിൽ ഒരു കുറ്റവും വരാൻ പോകുന്നില്ല. നമ്മുടെ പാരമ്പര്യമായി നമ്മൾ വിശ്വസിച്ച് പോരുന്ന വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം. ഈ ദൈവങ്ങളൊക്കെ, ഈ വിഗ്രഹങ്ങളൊക്കെ നമ്മുടെ പൂർവ്വപിതാക്കന്മാരാൽ രൂപീകൃതമായതും അവർ വിശ്വസിച്ചു പോരുന്ന ആ സരണിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിലേക്ക് വരുന്നത് കൊണ്ട് ഒരു കുറ്റം വരാൻ പോകുന്നില്ല. ഇനി നിനക്കങ്ങനെ തോന്നുന്നുണ്ട് വല്ല കുറ്റം ഉണ്ടാവുമെന്നുണ്ടെങ്കിൽ ആ കുറ്റങ്ങളൊക്കെ ഞങ്ങൾ ഏറ്റെടുത്തോളാം, ഞങ്ങളുടെ കൂടെ കൂടിക്കോളൂ എന്ന് കുഫാറുകൾ മുഅ്മിനീങ്ങളോട് പറയും. വൽ അംറു ബിമാനൽ ഖബരി വൽ നഹ്മിൽ, ഞങ്ങൾ ഏറ്റെടുക്കട്ടെ, ഞങ്ങൾ വഹിക്കട്ടെ എന്ന് അമ്രാണ്. അൽ അംറു മിന്നു ഇഹ്മിൽ ലിയഹ്മിൽ, അമ്രുവായിബാണല്ലോ. ഏറ്റെടുക്കട്ടെ എന്നാണ് നേരെ ഭാഷാർത്ഥമെങ്കിലും ഉദ്ദേശം ഖബരിയായ കലാമാണ് ഇൻഷാ അല്ല. അപ്പൊ ഞങ്ങൾ ഏറ്റെടുത്തോളാം, നിങ്ങൾ വന്നോളൂ. അല്ലാഹു തആല പറയുന്നു, വമാഹും ബിഹാമിലീന മിൻ ഖത്വായാഹും, വമാഹും, ഈ കാഫിരീങ്ങളല്ല, ബിഹാമിലീന, വഹിക്കുന്നവരല്ല, ചുമക്കുന്നവരല്ല, ഏറ്റെടുക്കുന്നവരല്ല, മിൻ ഖത്വായാഹും, മുഅ്മിനീങ്ങളുടെ തെറ്റുകുറ്റങ്ങളൊന്നും ഏറ്റെടുക്കാൻ കഴിവുള്ളവരല്ല. തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മിൻ ഷൈഇൻ, ഒന്നിനെയും ഏറ്റെടുക്കുന്നവരല്ല. ഇന്നഹും, നിശ്ചയം അവർ ലകാദിബൂന ഫീ ദാലിക്, നിങ്ങളുടെ കുറ്റങ്ങളൊക്കെ ഞങ്ങൾ വഹിക്കാം എന്ന വിഷയത്തിൽ അവർ കളവ് പറയുന്നവർ തന്നെയാണ്, കള്ളന്മാര് തന്നെയാണ്. അവർക്ക് ഒരുത്തന്റെ കുറ്റം മറ്റൊരുത്തനെ ഏറ്റെടുക്കാൻ കഴിയില്ല. വലയഹ്മിലന്ന അസ്ഖാലഹും, നിശ്ചയം ആ കാഫിരീങ്ങൾ ഏറ്റെടുക്കുക തന്നെ ചെയ്യും. അസ്ഖാലഹും, ഔസാറഹും, അവരുടെ കുറ്റങ്ങൾ, അവർ സ്വന്തമായി ചെയ്തതിന്റെ കുറ്റങ്ങൾ അവർ ഏറ്റെടുക്കേണ്ടി വരും. വ അസ്ഖാലൻ, വേറെ ചില കുറ്റങ്ങളും, ഭാരങ്ങൾ, തെറ്റുകുറ്റങ്ങളുടെ പേരിലുള്ള ഭാരങ്ങൾ അഥവാ ശിക്ഷകൾ, അതും അവർ ഏറ്റെടുക്കേണ്ടി വരും. മഅ അസ്ഖാലിഹിം, അവർ ചെയ്ത തെമ്മാടിത്തരങ്ങളുടെ കുറ്റങ്ങൾക്ക് കൂടെ അതിന്റെ പുറമെ വേറെയും ചില കുറ്റങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും. അതേതാ കുറ്റങ്ങൾ? ബിഖൗലിഹിം, ഈ കാഫിരീങ്ങൾ പറഞ്ഞതുകൊണ്ട്, ലിൽ മുഅ്മിനീന, മുഅ്മിനീങ്ങളോട് പറഞ്ഞു, ഇത്തബിഉ സബീലന, ഞങ്ങളുടെ മാർഗത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞ് മുഅ്മിനീങ്ങളെ ളലാലത്തിലാക്കി. വ ഇദ്ലാലിഹിം മുഖല്ലിദീഹിം, ആ കുഫാറിനെ പിൻപറ്റിയ, അവരെ തക്ലീദ് ചെയ്ത പിൻപറ്റിയ ആളുകളെ ഈ കുഫാർ പഴപ്പിച്ചല്ലോ. ആ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ കൂടിക്കോളൂ എന്ന് പറഞ്ഞില്ലേ, ആ വാക്ക് അങ്ങനെ പറഞ്ഞ് മറ്റുള്ളവരെ പഴപ്പിച്ചതിന്റെ ശിക്ഷ, പഴപ്പിച്ചതിന്റെ ശിക്ഷയും ഇവർ സ്വയം പഴച്ചതിന്റെ ശിക്ഷയും അവരേറ്റെടുക്കേണ്ടി വരും. ഇവർ പഴപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ സാധുക്കളായ ആരെങ്കിലും പഴച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ പഴച്ചതിന്റെ ശിക്ഷ ആ സാധുക്കൾ തന്നെ ഏൽക്കേണ്ടി വരും. അത്
ഇവരെ ഏൽപ്പിച്ചിട്ട് അവർക്ക് കഴിയൊയ്യാനൊന്നും സാധിക്കില്ല. വലയുസ്അലുന്ന, നിശ്ചയം അവരോട് ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. വല്ലാഹി, ഇവിടൊക്കെ ഖസമിന്റെ ജവാബിൽ കൊടുത്ത ലാമാണ്. അപ്പോൾ വല്ലാഹി ലയുസ്അലുന്ന, അവരോട് എല്ലാവരോടും ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. യൗമുൽ ഖിയാമയിൽ ചോദിക്കപ്പെടുക തന്നെ ചെയ്യും. അമ്മാ കാനൂ യഫ്തറൂന, അവര് അള്ളാഹുവിന്റെ മേലിൽ നിർമ്മിച്ചുണ്ടാക്കിയതായ കളവിനെ ചൊല്ലി ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. അമ്മ ഒന്നിനെ തൊട്ട്, കാനു അവരായിരുന്നു, യഫ്തറൂനഹു ആ ഒന്നിനെ നിർമ്മിച്ചുണ്ടാക്കുന്നവരായിരുന്നു, യക്ദിബൂന അലല്ലാഹ് അള്ളാഹുവിന്റെ മേലിൽ അവര് ആരോപിക്കുന്ന കള്ളങ്ങളായിരുന്നു. അള്ളാഹുവിന്റെ പേരിൽ പടച്ചുണ്ടാക്കുന്ന കളവുകളെക്കുറിച്ച് അള്ളാഹു താല അവരോട് ചോദ്യം ചെയ്യുക തന്നെ ചെയ്യും. എന്തിനാണ് അള്ളാഹു താല അവരോട് ചോദിക്കുന്നത്? അതിന്റെ നിജസ്ഥിതി അറിയാനാണോ? അള്ളാഹു താലാക്ക് ആരോടും ചോദിച്ച് മനസ്സിലാക്കേണ്ട കാര്യമില്ല. അള്ളാഹു താല അലീമ, എല്ലാം അറിയുന്നവനാണ്. അപ്പോൾ പിന്നെ സുആല തൗബീഖി, അവരെ പേടിപ്പിക്കാനും ഞെട്ടിക്കാനുമുള്ള ചോദ്യം. നീ എന്തിനാടോ അങ്ങനെ പറഞ്ഞത്? നീ എന്തിനാണ് അങ്ങനെ എന്റെ മേലിൽ കള്ളം പറഞ്ഞുണ്ടാക്കിയത്? നീ അങ്ങനെ കള്ളം പറഞ്ഞുണ്ടാക്കിയില്ലേ എന്നൊക്കെ അല്ലാഹു തആല ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ട്, അറിയാൻ വേണ്ടിയിട്ടല്ല. വല്ലാമു ഫിൽ ഫിഇലൈനി ലാമു ഖസമിൻ വലയഹ്മിലന്ന അസ്ഖാലഹും വലയുസ്അലുന്ന എന്നിടത്തൊക്കെയുള്ള ലാമ് ഖസമിന്റെ ലാമാണ്. വഹുദിഫ ഫായിലുഹുമ, രണ്ട് ഫീലിന്റെയും ഫായിലിനെ കളയപ്പെട്ടു. വലയഹ്മിലുന്ന അസ്ഖാലഹും, അതുപോലെ തന്നെ വലയുസ്അലുന്ന. അൽ വാവു, വാവെന്ന ഫായിലിനെ കളയപ്പെട്ടു. വനൂനു റഫ്ഇ, റഫ്ഇന്റെ നൂനെയും കളയപ്പെട്ടു. ഫായില് യഹ്മിലുന്നന്റെ അവിടെ, അതുപോലെ യുസ്അലുന്ന എന്നിടത്ത് നായിബ് ഫായില് അഥവാ ലമീറിന്റെ വാവിനെ കളയപ്പെട്ടു. റഫ്ഇന്റെ നൂനെയും കളയപ്പെട്ടു. കാരണങ്ങളൊക്കെ നേരത്തെ പറഞ്ഞു. ലയഖൂലുന്ന എന്ന വാചകത്തിന്റെ തഫ്സീറിൽ നമ്മൾ പറഞ്ഞല്ലോ, അത് തന്നെ ഇവിടെ. ഇനി അല്ലാഹു തആല ഇതുവരെ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈമാൻ മുറുകെ പിടിക്കണം എന്ന് അല്ലാഹു തആല തക്ലീഫ് ചെയ്യുകയാണ്, അല്ലാഹു തആല കൽപ്പിക്കുകയാണ്. അങ്ങനെ യഥാർത്ഥ വിശ്വാസികളായിട്ട് സത്യസന്ധരായ വിശ്വാസികൾക്ക് അല്ലാഹു തആല ആഖിറത്തിൽ ഉന്നതമായ പദവി നൽകും, സ്വർഗം നൽകും എന്നൊക്കെ പറഞ്ഞു. കപടന്മാരായ ആളുകൾക്ക് അല്ലാഹു തആല അതിഭീകര ശിക്ഷ നൽകും എന്നും പറഞ്ഞു. വായ കൊണ്ട് മാത്രം മുഅ്മിനീങ്ങളാണെന്ന് പറഞ്ഞ് പീഡനങ്ങൾ വരുമ്പോൾ കുഫാറിന്റെ കൂടെ കൂടുന്നതായ മുനാഫിക്കീങ്ങളായ ആളുകളുണ്ട്. സ്വയം പഴിച്ചുപോയ കാഫിരീങ്ങളായ ആളുകൾ മറ്റുള്ളവരെ പഴപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളെ കൂടെ കൂടൂ, നിങ്ങൾക്ക് വരുന്ന പ്രശ്നങ്ങളെല്ലാം തെറ്റുകുറ്റങ്ങളെല്ലാം ഞങ്ങൾ ഏറ്റെടുക്കാമെന്ന് പറയുന്ന ആളുകളുണ്ട്. അവരൊക്കെ ശിക്ഷയിൽ അകപ്പെടേണ്ടി വരും. അവരുടെ ഒന്നും കൂടെ കൂടരുത്, മുനാഫിക്കീങ്ങളാവരുത്, കാഫിറാവരുത്. എല്ലാ ഘട്ടത്തിലും ഉറച്ച വിശ്വാസിയായിട്ട് തന്നെ അചഞ്ചല വിശ്വാസത്തോടുകൂടെ നിലനിൽക്കണം എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. ഈ ഒരു അള്ളാഹുവിന്റെ കൽപ്പന നമ്മുടെ ഉമ്മത്തിന് മാത്രം പ്രത്യേകമായതല്ല. അള്ളാഹു തആല അയച്ച എല്ലാ നബിമാരുടെ ഉമ്മത്തിന്റെയും പ്രത്യേകതയാണ്. അവർക്കെല്ലാവർക്കും അള്ളാഹു തആലാന്റെ ഈ ഒരു നിയമം ബാധകമാണ്. അതറിയിക്കാൻ വേണ്ടിയിട്ട് അള്ളാഹു തആല പറയുകയാണ്, വലഖദ് അർസൽന, വല്ലാഹി അള്ളാഹുവാണ്, ലഖദ് അർസൽന നിശ്ചയം നമ്മൾ റസൂലാക്കി അയച്ചിട്ടുണ്ട്, ദൂതരാക്കി അയച്ചിട്ടുണ്ട്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇലാ ഖൗമിഹി, തന്റെ കൗമിലേക്ക് നൂഹ് നബിയെ നമ്മൾ റസൂലായിട്ട് അയച്ചു. വഉംറുഹു 40 സന ഔ അക്സർ, ആ സമയത്ത് ബഹുമാനപ്പെട്ടവർക്ക് 40 അല്ലെങ്കിൽ അധികം വയസ്സുകളാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഫലബിസ ഫീഹിം, തന്റെ കൗമിൽ അദ്ദേഹം, അവരുടെ ഇടയിൽ അദ്ദേഹം ജീവിച്ചു. അൽഫ സനത്തിൻ ഇല്ലാ 50 ആമ, 50 ഒഴികെയുള്ള 1000 വർഷം അഥവാ 950 വർഷം അദ്ദേഹം അവർക്കിടയിൽ ജീവിച്ചു. യദുഉഹും ഇലാ തൗഹീദില്ല, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുന്നവരായിട്ട് 950 വർഷം ജീവിച്ചു. 950 വയസ്സായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക് വഫാത്താകുമ്പോൾ ഉണ്ടായിരുന്നത് എന്നർത്ഥമല്ല. പ്രബോധന ദൗത്യവുമായിട്ട് 950 വർഷം ജീവിച്ചു. പക്ഷേ ഫകദ്ദബൂഹു, ആ കൗമ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കളവാക്കി. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇഅ്തിഖാദു അഹ്ലി സുന്ന എന്നൊരു വിഷയം നമ്മുടെ സിലബസിലുണ്ട്. ആ വിഷയത്തിൽ സംസാരിക്കുമ്പോൾ നമുക്ക് ഇത് ആവശ്യം വരും. ഇവിടെ ബഹുമാനപ്പെട്ട മുഫസ്സിർ റഹ്മത്തുള്ളാഹി പറയുന്നത് നോക്കൂ, യദുഉഹും ഇലാ തൗഹീദില്ല, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ക്ഷണിച്ചു ഹും ഖൗമിനെ ഇലാ തൗഹീദില്ല, അള്ളാഹുവിന്റെ തൗഹീദിലേക്ക് ക്ഷണിച്ചു എന്ന്. തൗഹീദിലേക്കാണ് എല്ലാ അമ്പിയാക്കളും എല്ലാ മുർസലീങ്ങളും ജനങ്ങളെ ക്ഷണിച്ചിട്ടുള്ളത്. ഓക്കെ, ഫഅഖദഹും, ആ ക്ഷണം നിരസിച്ചുകൊണ്ട് അവർ കുഫ്രിൽ തന്നെ ഉറച്ചു നിന്നപ്പോ, ശിർക്കിൽ തന്നെ ഉറച്ചു നിന്നപ്പോ, ഫഅഖദഹുമു തൂഫാനു,
തൂഫാൻ ആ കൗമിനെ പിടികൂടി, മഹാപ്രളയം അവർക്കെത്തി. അയിൽ മാ ഉൽ കസീർ, തൂഫാന്റെ അർത്ഥം അധികരിച്ച വെള്ളം. ത്വാഫ ബിഹിം, ആ വെള്ളം അവരെ ആകെ അങ്ങ് ത്വാഫ് ചെയ്തു. ത്വാഫ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ചുറ്റും നടക്കുക എന്നാണല്ലോ. ഇവരുടെ ചുറ്റുഭാഗത്തും വെള്ളമായി. വഅലാഹും, അവർക്ക് മുകളിലേക്കും വെള്ളം കയറി. അങ്ങനെ ഫഗറഖു, അവരെല്ലാവരും മുങ്ങിച്ചത്തു. വഹും ളാലിമൂന, ഏത് സ്ഥിതിയിൽ? ശിർക്കെന്ന വലിയ ദുൽമ് ചെയ്യുന്നവരായ സ്ഥിതിയിൽ അവരെല്ലാവരും മുങ്ങിച്ചത്തു. വഹും ളാലിമൂന മുശ്രിക്കൂന, മുശ്രിക്കീങ്ങളായിരുന്നു, ആ സ്ഥിതിയിൽ അവർ മുങ്ങിച്ചത്തു. ഫഅൻജൈനാഹു, ആ സമയത്ത് നമ്മൾ രക്ഷപ്പെടുത്തി. ഹു ഐ നൂഹൻ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ നമ്മൾ രക്ഷപ്പെടുത്തി. വഅസ്ഹാബസ് സഫീന, നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ച ഏതാനും ആളുകൾ, 12ഓളം ആളുകൾ എന്ന അഭിപ്രായമുണ്ട്. ഏറ്റവും ചെറിയ സംഖ്യയിലുള്ള അഭിപ്രായം 12 ആളുകൾ എന്നാണ്. അല്ല 40 ആളുകൾ 80 ആളുകൾ അഭിപ്രായപ്പെട്ടവരൊക്കെ ഉണ്ട്. ഏതായാലും വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ 950 വർഷം ഇവരുടെ പിറകിലൂടെ നടന്നിട്ട് നൂഹ് നബിക്ക് വിശ്വാസികളായി ലഭിച്ചതുള്ളൂ. ആ വിശ്വാസികളെയും എല്ലാ വർഗത്തിൽപ്പെട്ട എല്ലാ ജീവി വർഗത്തിൽ നിന്നും ഓരോ ജോഡികളെയും ബഹുമാനപ്പെട്ട ഒരു കപ്പലിൽ കയറി പ്രവേശിപ്പിച്ചിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം ചരിത്രം. ആ കപ്പലിലുള്ള ആളുകളെയും നമ്മൾ രക്ഷപ്പെടുത്തി. ഫഅൻജൈനാഹു, അങ്ങനെ നൂഹ് നബിയെയും വഅസ്ഹാബസ് സഫീന, സഫീനത്ത് എന്ന് പറഞ്ഞാൽ കപ്പൽ, ആ കപ്പലിലുള്ള ആളുകളെയും നമ്മൾ രക്ഷപ്പെടുത്തി. ഐ അല്ലദീന കാനൂ മഅഹു, കപ്പലിൽ ബഹുമാനപ്പെട്ടവരോട് കൂടെ ഉണ്ടായിരുന്ന ആളുകളെ നമ്മൾ രക്ഷപ്പെടുത്തി. വജഅൽനാഹ, ആ കപ്പൽ നമ്മളാക്കി ആയത്തൻ ഇബ്റത്തൻ, വലിയൊരു ദൃഷ്ടാന്തമാക്കി, പാഠമാക്കി, ലിൽ ആലമീന, ഭൂലോകർക്ക് മൊത്തം എല്ലാവർക്കും ഒരു പാഠമാക്കി ഈ കപ്പലിനെയും ആ കപ്പല് ഓടിയിരുന്നതായ മഹാപ്രളയത്തെയും. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ ലിമൻ ബഅദഹും, അവർക്ക് ശേഷം വന്ന മിനന്നാസ്, മനുഷ്യന്മാർക്ക് എല്ലാവർക്കും ഒരു പാഠമാണ്. എന്താണ് പാഠം? ഇൻ അസൗ റസൂലഹും, അവരിലേക്ക് നിയോഗിതരായ റസൂലിനിക്ക് എതിര് ചെയ്യുകയാണെങ്കിൽ അവർക്കൊക്കെ പഠിക്കാൻ ഇതിലൊരു ഒരുപാട് പാഠങ്ങൾ അല്ലാഹു തആല നൽകിയിട്ടുണ്ട്. വആശ നൂഹൻ ബഅദ തൂഫാൻ, തൂഫാന് ശേഷം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ജീവിച്ചു 60 സന, 60 വർഷം. ഔ അക്സറ, അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ വർഷം അഭിപ്രായമുണ്ട്. ഹത്താ കസുറൻ നാസു, അങ്ങനെ ജനങ്ങൾ ധാരാളം പെരുകി, ജനസംഖ്യ വർദ്ധിക്കുന്നത് വരെ ബഹുമാനപ്പെട്ടവർ ആ കൗമിൽ തന്നെ ജീവിച്ചു. അപ്പോ അല്ലാഹു തആല പറയുന്നത്, നൂഹ് നബിയുടെ കൗമിനോടും അല്ലാഹു തആലാന്റെ കൽപ്പന ഇതായിരുന്നു: വിശ്വാസികളാവണം, തൗഹീദ് ഉണ്ടാവണം, ശിർക്കുണ്ടാവരുത്. അത് അംഗീകരിക്കാൻ തയ്യാറാകാത്തതുകൊണ്ട് അല്ലാഹു തആല അവരെ നശിപ്പിച്ചു. വിശ്വാസികളായ ആളുകൾ അവരുടെ കുടുംബത്തെയും മറ്റൊക്കെ ത്യജിക്കേണ്ടി വന്നു, എല്ലാം ഒഴിവാക്കേണ്ടി വന്നു. എന്നാലും നൂഹ് നബിയെ കൊണ്ട് വിശ്വസിച്ച് യഥാർത്ഥ തൗഹീദിൽ അടിയുറച്ച് നിന്നതുകൊണ്ട് അല്ലാഹു തആല അവരെ രക്ഷപ്പെടുത്തി. അവർക്ക് പ്രയാസങ്ങളൊന്നും വന്നില്ല. അല്ലാഹു തആല അവരെ ദുനിയാവിൽ രക്ഷപ്പെടുത്തി, ആഖിറത്തിലും അവർക്ക് ഉന്നതമായ പ്രതിഫലം അല്ലാഹു തആല നൽകും. അപ്പോൾ എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമെന്നത് നബിയെ അങ്ങയുടെ ഉമ്മത്തിന്റെ മാത്രം പ്രത്യേകതയല്ല. എല്ലാ നൂഹ് നബി മുതലുള്ള എല്ലാ അമ്പിയാക്കന്മാരോടും അല്ലാഹു തആല ശിർക്കിൽ നിന്നും തൗഹീദിലേക്ക് വരാൻ കൽപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രവും ഇബ്രാഹിം നബിയുടെ കൗമിന്റെ അവസ്ഥയും അല്ലാഹു തആല വിവരിക്കുകയാണ്. വദ്കുർ, എടോ നീ ഒന്ന് ഓർത്തു നോക്കൂ, അല്ലെങ്കിൽ നബിയെ അങ്ങൊന്ന് ഓർത്തു നോക്കൂ. ഓർക്കുക എന്ന അർത്ഥത്തിന് ദക്കറ. ഇതൊക്കെ അദ്കാറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദിക്ർ കൽബ് കൊണ്ടും വായ കൊണ്ടൊക്കെ ഉണ്ടാവുന്നു. വായ കൊണ്ടുള്ള ദിക്ർ എന്ന അർത്ഥം ഇവിടെ വെക്കാം. വദ്കുർ, നീ പറഞ്ഞു കൊടുക്ക്, അല്ലെങ്കിൽ നബിയോട് ഖിതാബ്. ഉദ്കുർ, നബിയെ അങ്ങ് പറഞ്ഞു കൊടുക്കൂ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ, അല്ലെങ്കിൽ ഇബ്രാഹിം നബിയെ കുറിച്ച് ഓർത്തു നോക്കൂ. ഇത് ഖാല ലി ഖൗമിഹി, ബഹുമാനപ്പെട്ടവർ തന്റെ കൗമിനോട് പറഞ്ഞ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ. എന്താണ് കൗമിനോട് പറഞ്ഞത്? ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക. ഐ വഹിദുഹു എന്നാണ് ഇതിന് തഫ്സീർ. ഇതേപോലത്തെ ആയത്തുകൾ ഇഷ്ടംപോലെ ഖുർആനിൽ വന്നിട്ടുണ്ട്. അമ്പിയാക്കന്മാരുടെ ചരിത്രങ്ങൾ പറയുന്നിടത്തെല്ലാം അവിടെയൊക്കെ മുഫസ്സിർ റഹ്മഹുല്ല ഈ തഫ്സീറുൽ ജലാലൈനിൽ തന്നെ തഫ്സീർ എടുക്കുന്നത് വഹിദുഹു, നിങ്ങൾ ഇബാദത്തിന്റെ അർഹത അല്ലാഹു തആലാക്ക് തനിപ്പിക്കണം, തൗഹീദ് നിങ്ങൾക്കുണ്ടാവണം. ഇബ്രാഹിം നബി തന്റെ കൗമിനോട് പറയുന്നത് ഉഅ്ബുദുല്ലാഹ് വത്തഖൂഹു, അല്ലാഹുവിനെ നിങ്ങൾ പേടിക്കണം. അല്ലാഹുവിനെ പേടിക്കുക എന്ന് പറഞ്ഞാൽ ഖാഫു ഇഖാബഹു, അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പേടിക്കണം. അല്ലാഹ്ക്ക് മാത്രം ഇബാദത്ത് എടുക്കുക, വിഗ്രഹങ്ങൾക്ക് ഇബാദത്ത് എടുക്കരുത്. ശിർക്കിൽ നിന്നും പിന്മാറിയിട്ട് തൗഹീദിലേക്ക് വരണം. അല്ല എങ്കിൽ അല്ലാഹു തആല നിങ്ങൾക്ക് തയ്യാറാക്കിയിട്ടുള്ള ശിക്ഷകളെ നിങ്ങൾ ഭയപ്പെടണം. ദാലിക്കും ഖൈറുൽ ലക്കും, ആ
തൗഹീദാണ് ഖൈറുല്ലക്കും നിങ്ങൾക്ക് ഖൈർ മിമ്മ അൻതും അലൈഹി നിങ്ങൾ ഏതൊന്നിന്റെ മേലാണോ ഏതൊരു വിശ്വാസത്തിന്റെ മേലാണോ അതിനേക്കാൾ നിങ്ങൾക്ക് ഖൈർ തൗഹീദാണ്. എന്താണ് നിങ്ങൾ ഏതൊന്നിന്റെ മേലാണോ ആ ഒന്നെന്താ മിൻ ഇബാദത്തിൽ അസ്നാം വിഗ്രഹാരാധന. അസ്നാം ബിംബങ്ങൾ വിഗ്രഹങ്ങൾ. നിങ്ങൾ വിഗ്രഹാരാധകരാണ്. ആ വിഗ്രഹാരാധനയെക്കാളും നിങ്ങൾക്ക് ഖൈർ അല്ലാഹു തആലക്കുള്ള ആരാധനയാണ്. ഇൻ കുൻതും തഅലമൂന നിങ്ങൾ ആ ഖൈറൊക്കെ മനസ്സിലാക്കുന്നവരാണെങ്കിൽ ഇൻ കുൻതും നിങ്ങളാണെങ്കിൽ തഅലമൂനൽ ഖൈറ മിൻ ഗൈരിഹി ഖൈറിനെ ഖൈർ അല്ലാത്തതിൽ നിന്നും മനസ്സിലാക്കുന്നവരാണെങ്കിൽ എത്ര നന്നായിരുന്നു. അതൊന്ന് മനസ്സിലാക്കണം നിങ്ങൾ. ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ല ഇബ്രാഹിം നബി ഖൗമിനോട് പറയുകയാണ് ഇന്നമാ തഅബുദൂന മിൻ ദൂനില്ല നിശ്ചയം നിങ്ങൾ അല്ലാഹുവിനെ കൂടാതെ ഐ ഗൈരിഹി അല്ലാഹുവിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ ഇബാദത്ത് എടുക്കുന്ന നിശ്ചയം നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നത് ഔസാനൻ വിഗ്രഹങ്ങൾക്ക് മാത്രമാണ്. ബിംബങ്ങൾക്കാണ് നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നത്. അത് നിങ്ങൾക്ക് ഖൈറല്ല. അല്ലാഹു തആലക്ക് ഇബാദത്ത് എടുക്കുക അതാണ് നിങ്ങൾക്ക് ഖൈർ. പക്ഷെ നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നത് വിഗ്രഹങ്ങൾക്ക് മാത്രമാണ്. വതഖ്ലുഖൂന നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കുന്നു പടച്ചുണ്ടാക്കുന്നു ഇഫ്കൻ ഒരുപാട് കളവുകൾ. ഇത് യഥാർത്ഥ ദൈവങ്ങളാണ്, ഇവരെ കൊണ്ട് വിശ്വസിക്കണം, ഇവർക്ക് ഇബാദത്തിന് അർഹതയുണ്ട് എന്നൊക്കെ നിങ്ങൾ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിന്റെ പേരിൽ ഓരോ കളവുകൾ പടച്ചുണ്ടാക്കുകയാണ്, പടച്ചുവിടുകയാണ്. തഖൂലൂന കദിബൻ നിങ്ങൾ ഒരുപാട് കളവ് പറയുന്നു. എന്താ കളവ്? അന്നൽ ഔസാന ശുറകാഉല്ലാഹ് ഈ വിഗ്രഹങ്ങളെല്ലാം അള്ളാഹുവിന്റെ പാർട്ട്ണർമാരാണ്, അള്ളാഹുവിന്റെ ശരീക്കുമാരാണ്, അള്ളാഹു തആലാന്റെ പങ്കുകാരാണ്. ഇതൊക്കെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതാണ്. ഇബ്രാഹിം നബിന്റെ കൗമ് ഇബ്രാഹിം നബിയോട് പറഞ്ഞത് അല്ലെങ്കിൽ അവര് സ്വയം വിശ്വസിച്ച് നടന്നിരുന്നത് അന്നൽ ഔസാന വിഗ്രഹങ്ങള് ശുറകാഉല്ലാഹ് അള്ളാഹുവിന്റെ ശരീക്കുമാരാണ്, അള്ളാഹുവിനോട് ഇബാദത്തിന്റെ യോഗ്യതയിൽ അർഹതയിൽ പങ്കുചേർന്നവരാണ്, ഇബാദത്തിന് അർഹതയുള്ള അള്ളാഹുവിന്റെ പാർട്ട്ണർമാരാണ് എന്ന വിശ്വാസക്കാരായിരുന്നു അവര്. ഇങ്ങനെ കളവൊക്കെ അവർ നിർമ്മിച്ചുണ്ടാക്കി. നിങ്ങൾ ഖൈർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് ഖൈർ മനസ്സിലാവുന്നില്ലല്ലോ. നിങ്ങൾ വിഗ്രഹങ്ങൾക്കല്ലേ ഇബാദത്ത് എടുക്കുന്നത്, അതിനെ ന്യായീകരിക്കാൻ നിങ്ങൾ ഒരുപാട് കളവുകൾ ഉണ്ടാക്കുകയല്ലേ. നിങ്ങൾ മനസ്സിലാക്കണം, ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാ നിങ്ങൾ അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് എടുക്കുന്ന അള്ളാഹുവിനെ മാറ്റി നിർത്തിയിട്ട് അള്ളാഹുവിന് പുറമെ നിങ്ങൾ ഇബാദത്ത് എടുക്കുന്ന വസ്തുക്കൾ ഇന്നല്ലദീന നിശ്ചയം യാതൊരു വസ്തുക്കൾ യാതൊരു വ്യക്തികൾ. എങ്ങനത്തെ വ്യക്തികൾ? തഅബുദൂന നിങ്ങൾ ഇബാദത്ത് എടുക്കുന്നു ഹും ആ വ്യക്തികൾക്ക് മിൻ ദൂനില്ലാ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഇബാദത്ത് എടുക്കുന്ന നിങ്ങളുടെ ദൈവങ്ങൾ അത് വ്യക്തികളൊന്നുമല്ല, വിഗ്രഹങ്ങളാണ്. പക്ഷെ ഇവരുടെ കാഴ്ചപ്പാടിൽ വിശ്വാസപ്രകാരം ഇതൊക്കെ ബുദ്ധിയുള്ളതാണ്, കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ളതാണ് എന്നാണല്ലോ. ആ രീതിയിൽ അങ്ങനെ പറഞ്ഞതാണ്. ഇനി ബുദ്ധിയുള്ള ജീവികളെ ആരെങ്കിലും ദൈവമായി കാണുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ബാധകമാണ്. ഇങ്ങനെ നിങ്ങൾ ആരാധിക്കുന്ന നിങ്ങളുടെ ആരാധനാ വസ്തുക്കൾ ഇന്നല്ലദീന തഅബുദൂന മിൻ ദൂനില്ലാ അള്ളാഹുവിനെ കൂടാതെ നിങ്ങൾ ഏതൊന്നിനാണോ ഇബാദത്ത് എടുക്കുന്നത് ആ ആരാധനാ വസ്തുക്കൾ ആ ആരാധ്യർ ലാ യംലികൂന അവര് ഉടമയാക്കുന്നില്ല ലക്കും നിങ്ങൾക്ക് റിസ്കൻ നിങ്ങൾക്ക് അവര് ഒരു റിസ്കിനെയും ഉടമയാക്കുന്നില്ല. റിസ്കിനെ ഉടമയാക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ലാ യഖ്ദിറൂന യർസുഖൂക്കും നിങ്ങൾക്ക് റിസ്ക് തരാൻ അവർക്ക് കഴിവില്ല. നിങ്ങൾ ആരാധിക്കുന്ന ഈ വിഗ്രഹങ്ങൾ നിങ്ങളുടെ ദൈവങ്ങൾ അല്ലെങ്കിൽ ആൾ ദൈവങ്ങൾ എന്താവട്ടെ അവർക്കൊന്നും നിങ്ങൾക്ക് റിസ്ക് തരാൻ ഒരു കഴിവുമില്ലല്ലോ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ വിശ്വാസത്തിൽ തുടരല് ഖൈറല്ല, അത് ഷർറാണ്. നിങ്ങൾ ഖൈർ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അള്ളാഹുവിനിക്ക് മാത്രമേ നിങ്ങൾക്ക് റിസ്ക് തരാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഫബ്തഗൂ നിങ്ങൾ തേടുക ഇൻദല്ലാഹി റിസ്ക അള്ളാഹുവിൽ നിന്ന് റിസ്കിനെ തേടുക. ഉത്ലുബൂഹു റിസ്കിനെ നിങ്ങൾ തേടുക മിൻഹു അള്ളാഹുവിൽ നിന്ന് തേടുക. വഅബ്ദുഹു അവനിക്ക് മാത്രം നിങ്ങൾ ഇബാദത്ത് എടുക്കുക. വഷ്കുറൂ ലഹു അവനിക്ക് നിങ്ങൾ ശുക്ർ ചെയ്യുക, നന്ദിയുള്ളവരാവുക. ഇലൈഹി തുർജഊൻ അവനിലേക്ക് മാത്രമാണ് നിങ്ങളെ മടക്കപ്പെടുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ കൗമിനോട് പോയിട്ട് പറയുകയാണ്. നൂഹ് നബി ഇബ്രാഹിം നബി പോലാത്ത പ്രവാചകന്മാരൊക്കെ ജനങ്ങളിലേക്ക് തൗഹീദ് പഠിപ്പിച്ചു, ശിർക്കിൽ നിന്നും അവരെ മോചിപ്പിക്കാൻ ശ്രമിച്ചു. ഇതേ ജോലി തന്നെയാണ് നബിതങ്ങളും ചെയ്യുന്നത്. നബിതങ്ങളെ വഴിപ്പെടൽ നബിതങ്ങളുടെ പ്രബോധിത ജനതക്ക് ബാധ്യതയാണ് എന്ന് അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹു തആല പറയുന്നു വഇൻ തുകദ്ദിബു നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ ഐ തുകദ്ദിബൂനി യാ അഹ്ല മക്ക മക്കക്കാരെ നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ അതെനിക്കൊരു പ്രശ്നമല്ല.
നിങ്ങളെല്ലാവരും കാഫിറാകി. എന്നെക്കുറിച്ച് പഠിപ്പിക്കാൻ, എന്റെ തൗഹീദ് പ്രചരിപ്പിക്കാൻ ഞാൻ നിയോഗിച്ച നബി തങ്ങളെ കൊണ്ട് നിങ്ങൾ കളവാക്കുകയാണെങ്കിൽ, അങ്ങനെ നിങ്ങൾ എന്നെ കളവാക്കുകയാണെങ്കിൽ അതെനിക്കൊരു പ്രശ്നമല്ല. മക്കക്കാരെ, നിങ്ങൾ കാഫിറായിക്കോളൂ, അതൊരു പ്രശ്നമല്ല. കാരണം ഫഖദ് കദബ ഉമമും മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ഒരുപാട് ഉമ്മത്തുകൾ എന്നെ കളവാക്കിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും എനിക്കൊരു കുറവും വരാൻ പോകുന്നില്ല. വമാ അലർ റസൂൽ, ഞാൻ നിയോഗിച്ച പ്രവാചകന്റെ മേലിൽ ബാധ്യതയില്ല. ഇല്ലൽ ബലാഉൽ മുബീനു, വ്യക്തമായ പ്രബോധനമല്ലാതെ ബാധ്യതയില്ല. ഞാൻ അറിയിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരിക എന്നതാണ് നബി തങ്ങളുടെ മേലുള്ള ബാധ്യത. അതിലപ്പുറം നബി തങ്ങൾക്ക് ഒരു ബാധ്യതയും ഇല്ല. നബി തങ്ങൾ ആ ബാധ്യത കൃത്യമായി നിർവഹിച്ചിട്ടുണ്ട്. വിശ്വസിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യത. നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ, നിങ്ങൾക്ക് നഷ്ടം, എനിക്കൊന്നും വരാനില്ല. ഇല്ലൽ ബലാഉൽ മുബീൻ അൽ ഇബ്ലാഉൽ ബയ്യിനു, വ്യക്തമായ പ്രബോധനമാണ് നബി തങ്ങളുടെ മേലുള്ള ബാധ്യത. ഫി ഹാതൈനിൽ ഖിസ്സതൈനി, ഈ രണ്ട് ചരിത്രത്തിലുണ്ട്. രണ്ട് കിസ്സ പറഞ്ഞു, നൂഹ് നബിയുടെ കിസ്സയും ഇബ്രാഹിം നബിയുടെ കിസ്സയും. ഈ രണ്ട് കിസ്സയിലുമുണ്ട് തസ്ലിയത്തുൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ സമാധാനിപ്പിക്കലും ആശ്വസിപ്പിക്കലുമുണ്ട്. നബി തങ്ങള് കുഫാറിന്റെ പിറകെ നടന്ന് അവരെ തൗഹീദിലേക്ക് ക്ഷണിക്കുമ്പോൾ അവര് മുഖം തിരിച്ചു കളയുകയാണ്, നബി തങ്ങളെ പരിഹസിക്കുകയാണ്, ഇസ്ലാമിലേക്ക് വരാൻ അവർ തയ്യാറാവുന്നില്ല. അതിന്റെ പേരിൽ നബി തങ്ങൾക്ക് വിഷമമില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, നബിയെ അങ്ങയുടെ മാത്രം കുഴപ്പമല്ല ഇത്, അങ്ങയെ പറ്റാത്തത് കൊണ്ടല്ല, ഈ ഫീൽഡിൽ വർക്ക് ചെയ്ത ഏതെല്ലാം മുർസലീങ്ങളുണ്ടോ അവരെല്ലാം ഇതേ രീതിയിൽ തന്നെയായിരുന്നു മുന്നോട്ട് പോയിരുന്നത്. അവർക്കെല്ലാം ഇതുപോലത്തെ പരിഹാസങ്ങളും കളവാക്കലുകളും ഏൽക്കേണ്ടി വന്നിട്ടുണ്ട്. അത് ഈ ഫീൽഡിൽ നിൽക്കുന്ന ആളുകൾക്കൊക്കെ സ്വാഭാവികമായ സംഭവമാണ്. അങ്ങ് വിഷമിക്കേണ്ട. നൂഹ് നബിയെയും കളവാക്കപ്പെട്ടിട്ടുണ്ട്, ഇബ്രാഹിം നബിയെയും കളവാക്കപ്പെട്ടിട്ടുണ്ട്, അവരുടെ കൗമിനൊക്കെ നശിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. അങ്ങ് അതിൽ വിഷമിക്കേണ്ട. അങ്ങയെ ഏൽപ്പിച്ച ഉത്തരവാദിത്തം പ്രബോധനം ചെയ്യുക എന്നതാണ്. അതങ്ങ് കൃത്യമായി നിർവഹിക്കുക എന്നാണ് അല്ലാഹു തആല നബിയെ സമാധാനിപ്പിച്ച് പറയുന്നത്. അല്ലാഹു തആല തൗഹീദ് ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയിട്ട്, തൗഹീദിലേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള കൽപ്പനകൾ നടത്തിയിട്ട്, തൗഹീദ് എന്ന ഇസ്ലാമിന്റെ അടിസ്ഥാന വിശ്വാസ കാര്യം അത് ആഹ്വാനം ചെയ്തതിന് ശേഷം പുനർജന്മത്തെ നിഷേധിക്കുന്ന മക്കക്കാർക്ക് പുനർജന്മത്തെ സ്ഥാപിച്ചു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ സ്ഥാപിച്ചുകൊണ്ട് കുറച്ച് തെളിവുകൾ പറയുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ പറയാം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.